എഫേസ്യർ 2-8-9 വാക്യങ്ങളിൽ രക്ഷയ്ക്ക് ജലസ്നാനം വേണ്ട എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് പൗലോസ് ഉദ്ദേശിച്ചത്? അത് ദൈവത്തിൻ്റെ ദാനം. അത് എന്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്? അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു സന്ദേശങ്ങളിൽ സ്നാനത്തെക്കുറിച്ചും സ്നാനത്തിൻ്റെ കണ്ടീഷൻസ് എന്തെല്ലാമാണെന്നും ഒക്കെ നടത്തിയ ആ സന്ദേശങ്ങളിൽ ചിലർ ചോദിച്ച ഒരു സംശയമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-8-9 വാക്യങ്ങളെപ്പറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്. വൈദവേ ഞാൻ മുമ്പേ പറഞ്ഞ ആ സന്ദേശങ്ങളുടെ എല്ലാം ലിങ്കുകൾ, അതും ഈ ഒരു സന്ദേശവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഫേസ്യർ 2-8-9 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലർ ടെംപ്റ്റഡ് ആകും. അതായത് അവർക്ക് പറയുവാൻ താല്പര്യം, ആ വാക്യങ്ങളിൽ സ്നാനത്തെപ്പറ്റി ഒന്നും പൗലോസ് പറയുന്നില്ലല്ലോ, അതുകൊണ്ട് രക്ഷയ്ക്ക് സ്നാനം വേണ്ട എന്ന് പൗലോസ് ഉദ്ദേശിച്ചിരുന്നുവെന്ന്. അങ്ങനെയുള്ളവർ കരുതുന്നത് രക്ഷയ്ക്ക് വിശ്വാസം മാത്രം മതി, അപ്പോൾ നാം രക്ഷിക്കപ്പെടും. അങ്ങനെയാണ് അവർ കരുതുന്നത്. എന്തായാലും നമുക്ക് ആ വേദഭാഗം ഒന്ന് പരിശോധിക്കാം. എഫേസ്യർ 2:8-9 വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ആ വേദഭാഗം എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് അത് എന്ന ആ വാക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് കൃപയോ വിശ്വാസം എന്ന് പറയുന്ന ആ വാക്കുകളെയാണോ ചൂണ്ടിക്കാണിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലുമാണോ? എന്താണ് അത് എന്ന് പറയുന്ന, ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്ന ആ പദം ചൂണ്ടിക്കാണിക്കുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് ആ പദങ്ങളുടെ അർത്ഥം എന്താണെന്നുള്ളത് ആദ്യം നോക്കണം. അതിനുശേഷം ഗ്രീക്ക് ഗ്രാമർ, അതിനുശേഷം പൗലോസിൻ്റെ ആ പ്രാക്ടീസും തൻ്റെ പ്രസംഗവും, ഇതെല്ലാം നാം ചേർത്ത് നോക്കും. അപ്പോൾ ആദ്യം നാം നോക്കേണ്ടത് ആ പദങ്ങളുടെ അർത്ഥം. ഗ്രേസ്, കൃപ, അതിൻ്റെ അർത്ഥം അൺമെറിറ്റഡ് ഡിവൈൻ ഫേവർ, അർഹതയില്ലാത്ത ദൈവിക പ്രീതി. അത് ഒരു മനുഷ്യൻ സ്വയമേ കരുതുന്ന സ്വയം നീതിയോ അതിൻ്റെ അടിസ്ഥാനത്തിലെയോ അല്ല, അതിനേക്കാട്ടിൽ ഉപരിയായിട്ടാണ് ദൈവം സൗജന്യമായി അർഹതയില്ലാത്ത നീതി ഒരു വ്യക്തിയുടെ മേൽ കണക്കിടുന്നത്. അതാണ് കൃപ. ഇനിയും സേവ്ഡ്, രക്ഷിക്കപ്പെടുക, അത് ഡിവൈൻ ഫോർഗിവ്നെസ് ഫ്രം ദ ഗിൽറ്റ് ഓഫ് സിൻ, പാപബോധത്തിൽ നിന്നും പാപത്തിൽ നിന്നുമുള്ള ദൈവിക ക്ഷമ. രക്ഷയാണ് പാപത്തിൻ്റെ ശമ്പളത്തിൽ നിന്നും ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നത്. റോമർ 6:23. ഇനി അടുത്ത പദമാണ് വിശ്വാസം മൂലം, ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്തിലൂടെയാണ് ഒരു പാപി രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള ആ ദൈവിക കൃപയെ ആക്സസ് ചെയ്യുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള കുറച്ച് വസ്തുതകൾ തലയിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ല. സ്ട്രോങ്സ് ലെക്സിക്കൺ പറയുന്നതനുസരിച്ച് വിശ്വാസം എന്നുള്ളത് ഹാവിങ് കൺവിക്ഷൻ ഓർ ബിലീഫ് ഇൻ ദ ട്രൂത്ത് ഓഫ് സംതിങ് കപ്പിൾഡ് വിത്ത് ട്രസ്റ്റ് ആൻഡ് റിലയൻസ്. വിശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തുതയിലുള്ള ആ സത്യത്തിൽ നാം വിശ്വസിക്കുക, അതിനോടൊപ്പം ആശ്രയം, റിലയിങ് അപ്പോൺ ഇറ്റ്, ആ വസ്തുതയിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കുക, അതാണ് വിശ്വാസം. ഇൻ്റലക്ച്വൽ അസെൻറ്റും ട്രസ്റ്റ്ഫുൾ കമ്മിറ്റ്മെൻറ്റും രണ്ടും ആവശ്യമാണ്. അതായത് ബുദ്ധിപരമായിട്ടുള്ള ആ അറിവും അതിനോടൊപ്പം ആശ്രയിക്കുന്ന ആ സമർപ്പണവും, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ബൈബിൾ പറയുന്ന വിശ്വാസം. അപ്പോൾ ഇനിയും കൃപയെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നവർ പറയുന്ന ആ ഒരു ദുരുപദേശം എന്താ? കൃപ മാത്രം മതി, വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നവർ പറയുവാൻ ശ്രമിക്കുന്നത്, ഈ എഫേസ്യർ 2:8 ജലസ്നാനം നാം കാണുന്നില്ലല്ലോ, അതുകൊണ്ട് രക്ഷയ്ക്ക് ജലസ്നാനം വേണ്ട എന്ന് അവർ പറയുവാൻ ശ്രമിക്കും. അതിലേക്കുള്ള ആ പ്രോബ്ലംസിലേക്ക് നാം കയറുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കാം. അവരാ പറയുന്ന ആ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മാനസാന്തരപ്പെടണം എന്നും പറയുന്ന കണ്ടീഷനും കൂടെ വേണ്ടാതിരിക്കുമോ? അപ്പോസ്തലപ്രവൃത്തികൾ 17:30 പറയുന്നത്, ദൈവം കൽപ്പിക്കുന്നു സകല മനുഷ്യരും സകല സ്ഥലങ്ങളിലും മാനസാന്തരപ്പെടണം. അപ്പോൾ അവരാ പറയുന്ന ആ ലോജിക്ക് കറക്റ്റ് അല്ല. അപ്പോൾ
എഫേസ്യർ 2:8 വാക്യത്തിലെ ഗ്രാമർ നമുക്കൊന്ന് പരിശോധിക്കണം. ഞാൻ ഒത്തിരി ആഴത്തിലോട്ട് പോകുന്നില്ല, കാരണം അപ്രകാരമുള്ള ഒരു സ്റ്റഡിയുടെ കൺക്ലൂഷനായിട്ടുള്ളൊരു ഭാഗമാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം അതാണ് ഈ വീഡിയോയുടെ ഒരു സ്കോപ്പും. ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ, കാരണം പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്, ഒറിജിനൽ ഗ്രീക്ക് ഗ്രാമറിലെ ഒരു റൂളാണ് ജെൻഡർ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ നൗൺസ് ആൻഡ് വേർബ്സ്. നാമവും ക്രിയയും തമ്മിൽ ഒരു ലിംഗഭേദ എഗ്രിമെൻ്റ് ഉണ്ട്. അതായത് നാമം പുല്ലിംഗമാണെങ്കിൽ ക്രിയയും പുല്ലിംഗമായിരിക്കണം. അപ്രകാരമുള്ളൊരു എഗ്രിമെൻറ്റ്. ഗ്രേസ്, അതായത് കൃപ എന്ന് പറയുന്ന പദത്തിൻ്റെ ഗ്രീക്ക് പദം കാരിസ്, അതൊരു ഫെമിനിൻ നൗണാണ്, ഒരു സ്ത്രീലിംഗ നൗണാണ്. ഇനി ഫെയ്ത്ത്, അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ പിസ്റ്റിസ്, അത് ഒരു ഫെമിനിൻ നൗണാണ്, സ്ത്രീലിംഗ നൗണാണ്. ഇനിയും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, യു ആർ സേവ്ഡ് എന്ന് പറയുന്ന ആ പദം അതൊരു വേർബാണ്, അതൊരു ക്രിയയാണ്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ, മിഡിൽ അല്ലെങ്കിൽ പാസീവ്, മാസ്കുലിൻ ഫോം, അതൊരു പുല്ലിംഗ പദപ്രയോഗമാണ്. ഇനി ഇറ്റ്, ആ പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ ടൂട്ടോ, അത് ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണാണ്, പ്രകടനാത്മക സർവനാമം എന്ന് പറയും മലയാളത്തിൽ. അത് നപുംസകലിംഗത്തിലാണ് കിടക്കുന്നത്. ഇനി ഗിഫ്റ്റ്, ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ ഡോറോൺ, അതും ഒരു നപുംസകലിംഗ പദപ്രയോഗമാണ്, ന്യൂട്രൽ ജെൻഡറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ജെൻഡർ എഗ്രിമെൻറ്റ്, അതായത് ലിംഗഭേദ എഗ്രിമെൻറ്റ് വേണമെങ്കിൽ ഇറ്റ് എന്ന് പറയുന്നത്, അത് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുന്നത്, അതൊരു ന്യൂട്ടർ, അതായത് നപുംസകലിംഗ പദമാണല്ലോ. അപ്പോൾ അത് എന്ന് പറയുന്നത് എന്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്? എന്തായാലും കൃപയോ വിശ്വാസമോ ആ പദത്തിലേക്ക് ചൂണ്ടിക്കാണിക്കില്ല, കാരണം ആ പദങ്ങൾ സ്ത്രീലിംഗ പദപ്രയോഗമാണ്. അപ്പോൾ പിന്നെ അത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനം എന്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഗ്രീക്ക് ഗ്രാമറിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ, അതായത് പ്രകടനാത്മക സർവനാമമായ ദിസ് അല്ലെങ്കിൽ ദാറ്റ്, ഇത് അല്ലെങ്കിൽ അത്, ഇവിടെ ഈ ഒരു വാക്യത്തിൽ നമ്മൾ ഇത് എന്ന് പറയുന്ന പദമാണ്. അത് നപുംസകലിംഗത്തിൽ കിടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് അത് കിടക്കുമ്പോൾ, അത് ചൂണ്ടിക്കാണിക്കുന്നത് ആൻറ്റിസിഡൻറ്റ്, അതായത് ആ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ടൂട്ടോ അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ദിസ് എന്ന് പറയുന്നത് ആ സെൻറ്റൻസിലെ ഫസ്റ്റ് ക്ലോസിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഇവിടെ ടൂട്ടോ എന്ന് പറയുന്നത് ഇത് അല്ലെങ്കിൽ ദിസ് ഊന്നി പറയുന്നത് ആ ആദ്യ ഭാഗത്തിലെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആ നിയറസ്റ്റ് വേർബ്, ആ ക്രിയയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ വേർബിൻ്റെ നൗൺ ഫോം അല്ലെങ്കിൽ ആ ക്രിയയുടെ നാമരൂപമെടുത്താണ് ഈ ടൂട്ടോ അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്ന രണ്ടാം ഭാഗത്തിലെ ക്ലോസുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുന്നത്. അപ്പോൾ എഫേസ്യർ 2:8 പ്രിസീഡിങ് വെർബൽ ഐഡിയ, അവിടുത്തെ ആ ക്രിയാരൂപം രക്ഷിക്കപ്പെട്ടിരിക്കുക എന്ന് പറയുന്ന ആ ക്രിയാരൂപമാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് നൗൺ ഫോം, അതിൻ്റെ നാമരൂപമാണ് രക്ഷ. അപ്പോൾ പിന്നെ എഫേസ്യർ 2:8-9 നമ്മൾ പാരഫ്രൈസ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ ഇപ്രകാരം വായിക്കാം. ആൻഡ് ദിസ് സാൽവേഷൻ എന്ന് പറയുന്നത് വിച്ച് കംസ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. ദിസ് സാൽവേഷൻ ഈസ് നോട്ട് ഓഫ് യുവർ സെൽസ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദിസ് സാൽവേഷൻ ഈസ് നോട്ട് എ റിസൾട്ട് ഓഫ് വർക്ക്സ് ദാറ്റ് നോ വൺ ഷുഡ് ബോസ്റ്റ്. ഈ രക്ഷ വരുന്നത് വിശ്വാസം മൂലം കൃപയാലാണ്. അപ്പോൾ ഈ രക്ഷ നിങ്ങളിൽ നിന്നുള്ളതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതെന്ന് പറയുന്നത് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷ പ്രവർത്തിയാലല്ല, ആരും പ്രശംസിപ്പാതിരിപ്പാൻ. അങ്ങനെയാണ് നാം അത് വായിക്കേണ്ടത്. ഇപ്രകാരമുള്ള സിമിലറായിട്ടുള്ള ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ നാം വേറെയും വേദഭാഗങ്ങൾ കാണുന്നുണ്ട്. മത്തായി 19:25-26, എഫേസ്യർ 6:1, കൊളോസ്യർ 3:20, 1 തിമോത്തിയോസ് 5:4, ഫിലിപ്പിയർ 1:22, 1 തെസ്സലോനിക്കർ 5:18, 1 കൊരിന്ത്യർ 6:6, 1 പത്രോസ് 2:20, അങ്ങനെ ഒട്ടനവധി വാക്യങ്ങളിൽ നാം ഇതേ കൺസ്ട്രക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ വേദഭാഗത്തിൽ ഇത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷയാണ്. അപ്പോൾ പൗലോസിൻ്റെ രീതി എന്തായിരുന്നു? പൗലോസ് ഒരു മാൻ ഓഫ് കൺസിസ്റ്റൻസി ആയിരുന്നു. അതായത് താൻ ഒരിടത്ത് പറയുന്നതിനെ മറ്റൊരിടത്ത് മാറ്റി പറയുന്നില്ല. കാരണം തൻ്റെ പ്രത്യേകത കൊണ്ടല്ല,
കാരണം ദൈവം തന്നെ ഇൻസ്പയർ ചെയ്തു. ദൈവം ശ്വാസീയമായിട്ടാണ് താൻ എഴുതിയതും താൻ ദൈവത്താൽ നടത്തപ്പെട്ടാണ് പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും. പൗലോസ് എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? അപ്പോസ്തല പ്രവൃത്തികൾ 22:16 അനന്യാസ് എന്ന് പറയുന്ന ശിഷ്യൻ പൗലോസിനോട് പറയുക, എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് മറ്റുള്ളവരോട് രക്ഷയെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ താൻ സ്നാനപ്പെടുവാൻ താൻ ഏൽപ്പിച്ചു കൊടുത്തു? അങ്ങനെയെങ്കിൽ ആ ഒരു കാര്യം രക്ഷ എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്ന് പൗലോസ് ഒഴിവാക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാത്രമല്ല, ആ ഫ്രേസ് നിന്റെ പാപങ്ങളെ കഴുകി കളക എന്നും പറയുന്നത് സ്നാനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് നാം കാണുന്നത്. അതുപോലെ തന്നെയല്ലേ അപ്പോസ്തല പ്രവർത്തികൾ 2:38 പാപമോചനത്തിന് വേണ്ടിയാണ് സ്നാനപ്പെടുന്നത് എന്ന് നാം അവിടെ വായിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തി സ്നാനമേൽക്കുന്നത് പാപമോചനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരേ സുവിശേഷം ജലസ്നാനം വേണമെന്നും ജലസ്നാനം വേണ്ട എന്ന് രണ്ട് രീതിയിൽ പറയുമോ? ഒരിക്കലുമില്ല. ഇനിയും പൗലോസിൻ്റെ പ്രസംഗം ഒന്ന് പരിശോധിച്ചേ. പൗലോസിൻ്റെ പ്രസംഗത്തിലും കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. അതായത് താൻ ഒരിടത്ത് പ്രസംഗിക്കുന്ന കാര്യത്തെ മറ്റൊരിടത്ത് താൻ മാറ്റി പറയുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 19:5 പൗലോസ് 12 പേരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലേക്ക് സ്നാനം കഴിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. മത്തായി 28:19 കൂടെ നാം ചേർത്തെടുത്താൽ, കാരണം അവിടെയാണല്ലോ യേശു കൊടുക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ, മഹാദൗത്യം നാം കാണുന്നത്. അപ്പം അതും കൂടെ നാം നോക്കുമ്പോൾ വ്യക്തമാവുന്നൊരു കാര്യമാണ്, ദോസ് ഹു ആർ ബാപ്റ്റൈസ്ഡ് ബിക്കം ദ പൊസഷൻ ഓഫ് ആൻഡ് കം അണ്ടർ ദ ഡെഡിക്കേറ്റഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ വൺ ഹൂസ് നെയിം ദേ ബെയർ. ഏത് വ്യക്തിയുടെ നാമത്തിലോട്ടാണോ ഒരു വ്യക്തി സ്നാനപ്പെടുന്നത്, ആ വ്യക്തിയുടെ വകയാവും ആ സ്നാനപ്പെടുന്ന വ്യക്തി. മാത്രവുമല്ല, ആ വ്യക്തിയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംരക്ഷണത്തിൻ്റെ കീഴിലാവും സ്നാനപ്പെടുന്ന വ്യക്തി. ഇതാണ് ഡാങ്കർ ബൗറിൻ്റെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഗ്രീക്ക് ഇംഗ്ലീഷ് ലെക്സിക്കൺ ഓഫ് ദി ന്യൂ ടെസ്റ്റമെൻറ്റ് ആൻഡ് അതർ ഏർലി ക്രിസ്ത്യൻ ലിറ്ററേച്ചർ. അതിനെ പോപ്പുലർലി വിളിക്കുന്നത് തന്നെ BDAG. അതിൽ തന്നെ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. മർക്കോസിൻ്റെ പാരലൽ വേർഷൻ മർക്കോസ് 16:16 നാം വായിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. റോമർക്കെഴുതിയ ലേഖനത്തിലും ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലും പൗലോസ് വിളിച്ചു പറയുന്നു, ഒരു പാപി ക്രിസ്തുവിലേക്കാണ് സ്നാനപ്പെടുന്നത്. പൗലോസ് ഇതും പറയുന്നു, അങ്ങനെ ഒരു വ്യക്തി ജീവൻ്റെ പുതുക്കത്തിലേക്കാണ് ഉയർപ്പിക്കപ്പെട്ടു വരുന്നതെന്ന്. അപ്പം എന്തിൽ നിന്നാണ് ഒരു കൺവേർട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസി ഉയർപ്പിക്കപ്പെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ആ സിഗ്നിഫിക്കൻസ് ഓഫ് ബാപ്റ്റിസം, ബാപ്റ്റിസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്ന ആ സന്ദേശത്തിൽ ഞാനിതെല്ലാം വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് എഫേസ്യർ 5:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുക, ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കുന്നതിനെപ്പറ്റി പറയുന്നിടത്ത്, അവൻ അവളെ, അതായത് യേശു സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ നമുക്ക് എഫേസ്യർ 2:8 എഫേസ്യർ 5:26 തമ്മിൽ ഒരു പാരലലിസം കാണാം. എഫേസ്യർ 2:8 അവിടെ നമ്മൾ കണ്ടത് രക്ഷിക്കപ്പെടുക എന്ന പദമായിരുന്നു. എഫേസ്യർ 5:26 ക്ലെൻസ്ഡ്, കഴുകി വെടിപ്പാക്കപ്പെടുക എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം വിശ്വാസം മൂലം കൃപയാൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരുന്നു വചനത്തോടുകൂടിയുള്ള കഴുകി വെടിപ്പാക്കൽ. എഫേസ്യർ 2:8 ഊന്നൽ കൊടുത്തത് ഡിവൈൻ ഫേവർ ടുഗെദർ വിത്ത് ഒബീഡിയൻസ് ഔട്ട് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്താൽ നാം അനുസരിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ ദൈവിക പ്രീതി കണക്കിടുക. എഫേസ്യർ 5:26 ഊന്നി പറയുന്നതോ, ദ മീൻസ് ബൈ വിച്ച് ദാറ്റ് സാൽവേഷൻ ഈസ് ഫൈനലൈസ്ഡ്. അതായത് എങ്ങനെയാണോ ആ രക്ഷ ഫൈനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നത്, അതിനെയാണ് ഊന്നി പറയുന്നത്. അതായത് വചനത്തിലെ അടങ്ങുന്ന സന്ദേശവും അതോടൊപ്പം വെള്ളം കൊണ്ടുള്ള കഴുകി വെടിപ്പാക്കലും. ഈവൻ എഫേസ്യർ 2:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, പൗലോസ് അവിടെയും അതേ പദപ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. വിശ്വാസം മൂലം കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവിടെ താൻ മറ്റൊരു കാര്യവും കൂടെ എക്സ്ട്രാ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് രക്ഷ സംഭവിക്കുമ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും
ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുമാണ് നാം വായിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു പ്രവൃത്തി. ഒരു വ്യക്തി ജലസ്നാനത്തിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ കാണിക്കുന്ന ആ ഒരു കാര്യത്തെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. റോമർ 6:3-4, കൊളോസ്യർ 2:12 എല്ലാം വളരെ വ്യക്തമായി പൗലോസ് അത് പറയുന്നുണ്ട്. പിന്നെ തീത്തോസ് 3:5 പൗലോസ് പറയുന്നത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് അവൻ്റെ സ്വയം നീതി പ്രവൃത്തി കൊണ്ടല്ല, പ്രത്യുത രക്ഷ ലഭിക്കുന്നത് പുനർജനന സ്നാനം കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെയെന്ന്. ഇവിടുത്തെ പുനർജനന സ്നാനം എന്ന് പറയുന്ന ആ പദം എഫേസ്യർ 5:26 കണ്ട വെള്ളത്താലുള്ള കഴുകി ശുദ്ധീകരിക്കപ്പെടുക അതുമായിട്ട് പാരലാണ്. പണ്ഡിതന്മാരെല്ലാം തന്നെ ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പുനർജനന സ്നാനം എന്ന് ഉദ്ദേശിക്കുന്നത് ജലസ്നാനത്തെയാണ്. ഇതാണ് തേയറിൻ്റെ ഗ്രീക്ക് ഇംഗ്ലീഷ് ലെക്സിക്കൺ ഓഫ് ദി ന്യൂ ടെസ്റ്റമെൻറ്റും ഡാങ്കർ ബോർ ഗ്രീക്ക് ഇംഗ്ലീഷ് ലെക്സിക്കൺ ഓഫ് ദി ന്യൂ ടെസ്റ്റമെൻറ്റ്, ഞാൻ മുമ്പേ ഓർപ്പിച്ച BDAG, പിന്നെ കിറ്റലിൻ്റെ തിയോളജിക്കൽ ഡിക്ഷണറി ഓഫ് ദി ന്യൂ ടെസ്റ്റമെൻറ്റ് ഈ റിസോഴ്സിലെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബൈ ദ വേ അതെല്ലാമാണ് ഗ്രീക്ക് ലാംഗ്വേജിലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗ്രീക്ക് ഇംഗ്ലീഷ് ലെക്സിക്കൺസ് ആണ്. അപ്പോൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എഫേസ്യർ 2:8 ഇത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനം എന്ന ആ പദങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷയെയാണ്. ആ വാക്യത്തിൽ ജലസ്നാനത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളും മറ്റ് എഴുത്തുകളുമൊക്കെ ക്ലോസായിട്ട് നാം പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നൊരു കാര്യമാണ്. വിശ്വാസം മൂലം കൃപയാലുള്ള രക്ഷയിൽ ഉൾപ്പെട്ടതാണ് വാട്ടർ ബാപ്റ്റിസം ബൈ ഇമേർഷൻ, ജലസ്നാനം, മുഴുവൻ ശരീരവും വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്ന ജലസ്നാനം. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് വ്യാജ ഉപദേശമാണ്, ദുരുപദേശമാണ്. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ ഇപ്രകാരം ഈ വിഷയത്തിൽ കൺഫ്യൂഷനുള്ള മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.